അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാ സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. ബാധ്യതകൾ ബാക്കി നിൽക്കുന്നതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാമുണ്ട് കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ മുഹിബീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. അല്ലാഹു തആല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സദഖ അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സദഖയായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു ഏറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുആ വസിയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. മലപ്പുറം കോഡൂരിലാണ് വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് യുവതി മരിച്ചത്. പെരുമ്പാവൂർ സ്വദേശിനിയും മലപ്പുറം കോഡൂരിനടുത്ത് ചട്ടിപ്പറമ്പിൽ താമസക്കാരിയുമായ അസ്മയാണ് പ്രസവത്തെ തുടർന്ന് മരിച്ചത്. തുടർന്ന് മൃതദേഹം ആരുമറിയാതെ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കാനുള്ള നീക്കം പോലീസ് ഇടപെട്ട് തടഞ്ഞു. മൃതദേഹം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അസ്മയ്ക്ക് 4 മക്കൾ കൂടിയുണ്ട്. അസ്മയും ഭർത്താവ് ആലപ്പുഴ സ്വദേശിയും മതപ്രഭാഷകനുമായ സിറാജുദ്ദീനും താമസിക്കുന്ന ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിലായിരുന്നു പ്രസവം നടന്നത്. ശനിയാഴ്ച വൈകുന്നേരം 6 മണിയോടെ പ്രസവിച്ച അസ്മ മരിച്ചതായി രാത്രി 9 മണിയോടെയാണ് അറിഞ്ഞത്. പിന്നീട് ഭർത്താവ് സിറാജ് മരണവിവരം വീട്ടുകാരെ വിളിച്ചറിയിക്കുകയും മൃതദേഹവുമായി പെരുമ്പാവൂരിലേക്ക് പോവുകയുമായിരുന്നു. പെരുമ്പാവൂരിലെത്തിയ ശേഷം അസ്മയുടെ വീട്ടുകാർക്ക് സംശയം തോന്നിയാണ് മരണവിവരം പോലീസിനെ അറിയിച്ചതും പോലീസ് എത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയതും. അസ്മയുടെ മുൻപുള്ള 4 പ്രസവങ്ങളിൽ ആദ്യത്തെ 2 എണ്ണം ആശുപത്രിയിലാണ് നടന്നത്. പിന്നീട് സിദ്ധ്യവൈദ്യവും മന്ത്രവാദവും പഠിച്ച സിറാജുദ്ദീൻ ആശുപത്രിയിൽ പ്രസവിക്കുന്നതിന് എതിരായിരുന്നു. തുടർന്ന് 5ാമത്തേതടക്കം 3 പ്രസവവും വീട്ടിൽ തന്നെയാണ് നടന്നത്. ഇന്നലെ പ്രസവവേദന കൊണ്ട് പുളഞ്ഞ അസ്മയെ കരഞ്ഞു പറഞ്ഞിട്ടും സിറാജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കി തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രവാദവും സിദ്ധചികിത്സയുമായി നടക്കുന്ന സിറാജ് ദുരൂഹ കഥാപാത്രമായിരുന്നെന്ന് നാട്ടുകാരും പറയുന്നു. എവിടെ പ്രസവിക്കുന്നു എന്നതല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ കുരുവട്ടൂരുകളെ പോലുള്ള വ്യാജന്മാരായ സിദ്ധന്മാര് അവരുടെ നിർദ്ദേശം കിട്ടാതെ ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല, വേറെ എവിടെയും കാണിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള നിലപാടുകളാണ്. ഇപ്പോൾ കുറച്ച് മുമ്പ് കോഴിക്കോട് തന്നെ പ്രസവിച്ച കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തില്ല. എന്താ കാരണം? ഒരു വ്യാജത്വരീകത്തിൻ്റെ ആളായിരുന്നു. അയാളെ ഷെയ്ഖിൻ്റെ നിർദ്ദേശം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഇദ്ദേഹം ഒരു കള്ളത്വരീകത്തിനാണ്, കുരുവട്ടൂരിയാണ്. അയാളുടെ ഭാര്യ കരഞ്ഞു പറഞ്ഞിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. എന്താ കാരണം? ഇയാൾ നിർദ്ദേശം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇവരുടെ വ്യാജന്മാരായ ആളുകളുടെ നിർദ്ദേശം കിട്ടാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല. അതിലൂടെ എന്ത് സംഭവിച്ചാലും അതൊക്കെ പരലോകത്ത് ഗുണം കിട്ടുന്നതാണ് എന്ന തരത്തിൽ ആളുകളെ പറഞ്ഞു പറ്റിക്കുന്നുണ്ട്. അതിനെയാണ് ചോദ്യം ചെയ്യേണ്ടത്. അതാണ് അപകടം. വേറെ ഉസ്താദൊക്കെ പറഞ്ഞത് എന്താണ്? അതൊരു ആത്മീയമായ ഒരു വഴിയുണ്ട് സുഖപ്രസവത്തിന്. അതുകൊണ്ട് വീട്ടിൽ മാത്രം നിന്നാൽ മതി, ഹോസ്പിറ്റലാരും പോകണ്ട എന്നൊന്നും വേറെ ഉസ്താദ് പറഞ്ഞിട്ടില്ല. അവ ചികിത്സകൾ തന്നെ പലതും ഉണ്ടല്ലോ, പല ചികിത്സയുണ്ട്. അതുകൊണ്ട് ഒന്ന് എടുക്കുന്നതിന് മറ്റൊന്ന് വേണ്ട എന്ന് പറയുന്നില്ല. അതേ സമയത്ത് ഇത്തരം ബ്ലീഡിങ് പോലുള്ള ഗുരുതരമായ അവസ്ഥയിലെത്തുമ്പോൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് വേറെ ഉസ്താദൊക്കെ പറഞ്ഞിട്ടുള്ളത്. വാളക്കുളം സക്കാഫിൻ്റെ ഈ വോയിസ്, ഇയാളൊക്കെ ഈ സംസാരത്തുനിന്ന് എന്താണ് ഇപ്പം ഇവർക്ക് ഈ വിഷയം വിവാദമാക്കി കൊണ്ടുവരുന്നതിലുള്ള താല്പര്യം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഷെയ്ഖുനെയും അവിടുത്തെ അഹ്ലും ആ വിഷയത്തിലൊക്കെ ഇതിലൊക്കെ സ്വീകരിച്ചു പോരുന്ന നിലപാടുണ്ട്. അതൊന്നും ഇവിടെ ആർക്കും ഒബ്ജക്റ്റ് അല്ല. ലത്തീഫിക്കും അതിൽ താല്പര്യമുണ്ട്.
അപ്പോൾ അവരവരുടെ ആ വ്യക്തി സ്വാതന്ത്ര്യവും താല്പര്യം ഒക്കെ പരിഗണിച്ച് അവരങ്ങനെ നിന്നു എന്നതാണ് ഈ യാഥാർത്ഥ്യം എന്ന് ആ സ്ത്രീകളൊക്കെ തന്നെ പറയണത് വോയിസ് വന്നതാണ്. മശായിഖന്മാരെ കറാമത്ത് പറയുമ്പോൾ ആൾക്കാർ കേട്ടാൽ മോശമാവോ അങ്ങോട്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒക്കെ പറയൽ കൺട്രോൾ ചെയ്യണം. അതിനുവേണ്ടി പണ്ഡിത ക്യാമ്പ് കൂട്ടിയ ആൾക്കാരെ വരും. ഇങ്ങനെ പണ്ഡിത ക്യാമ്പ് കൂട്ടാൻ പറഞ്ഞാൽ ഇവരോടൊക്കെ ഗർഭധാരണവും അത് പ്രസവിക്കലും അതിവിടെ മറച്ചു പിടിക്കാൻ കഴിയുമെന്ന് ഇവരാരും മോഹിക്കേണ്ട, സമൂഹത്തിൽ തുറന്ന് കാണിക്കുക ചെയ്യും. എന്റെ കൽപ്പനയിൽ എന്റെ ചിറകിൽ നിങ്ങൾ സുരക്ഷിതരാണ് എന്നറിയിച്ച പോലെ ചരിത്രം ആവർത്തിക്കുകയാണ്. നമ്മുടെ കാഫില മടവൂർ ശൈഖുനയുടെ സംഭവങ്ങൾ അവിടെയും ഇവിടെയും ചെന്ന് അന്വേഷിച്ച് രേഖപ്പെടുത്തി അത് ഇന്നത്തെ ആധുനിക സോഷ്യൽ മീഡിയയിലൂടെ വ്യാപിപ്പിച്ചപ്പോ എല്ലാവരും ചേർന്ന് അവരെ ഒതുക്കാൻ തീരുമാനിച്ചപ്പോ അന്ന് ഓസുൽ ആലം തങ്ങളെ പേരക്കുട്ടി നൂറുദ്ദീൻ ശതുനൂഫി തങ്ങളുടെ കൈപിടിച്ചതുപോലെ ഇന്ന് ഖാഫില ടീമിനെയും കാലഘട്ടത്തിന്റെ മശായിഖന്മാർ അവരുടെ കരങ്ങൾ കൊടുത്തവരെ സംരക്ഷിക്കുമ്പോ ഒരു ശക്തിക്കും ഇനി അവരെ തൊടാൻ കഴിയില്ല. സത്യമായിട്ട് അടുത്തത് കേട്ടു നോക്കുക. നൗഷാദ് ഹസാനി, സിറാജുദ്ദീനും ഭാര്യയും ഇങ്ങനെ ഒരു വീട്ടുപ്രസവത്തിന് ഒരുങ്ങുന്നു എന്ന ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിനോടുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? വീട്ടിൽ നിന്ന് പ്രസവിക്കണം എന്ന് പറയുന്ന ആളുകളായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ആളായിരുന്നു അദ്ദേഹം. അയാളെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുകയും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത ആളായിരുന്നു. എന്നെ കുറിച്ച് എന്ത് ആരോപണങ്ങൾ ഇവിടെ പറഞ്ഞോ, എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും ഇവിടെ താറടിച്ചു വെപ്പിച്ചോ, ആളുകളുടെ മുന്നിൽ എന്നെ ഒറ്റപ്പെടുത്തിക്കോ, എനിക്കൊരു പ്രയാസവുമില്ല, എനിക്കൊരു വിഷമവുമില്ല. ഞാൻ ഒരു ചെവിയിൽ കൂടെ കേട്ട് ഒരു ചെവിയിൽ കൂടെ കളയും. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഹക്കാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങളുടെ ഗുരു വായിച്ചു തരുന്ന തുറന്നു തരുന്ന ഒരു കിതാബെടുത്ത് അർത്ഥം വെക്കാൻ പോയിട്ട് ഇഅ്റാബ് ഒപ്പിച്ചൊന്ന് വായിച്ചു തരാൻ പറ്റിയ ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? ആർക്കാ നിങ്ങൾ മതം പഠിപ്പിക്കുന്നത്? കൊണ്ടുപോടോ എന്റെ ഗുരുവിനെ. എത്ര വട്ടായി വെല്ലുവിളിക്കണ പറഞ്ഞോ? എവിടെ സ്ഥലം, എവിടെ വെച്ചിട്ട് സ്ഥലം, ടൈം പറഞ്ഞോ? ഞങ്ങൾ റെഡി എന്റെ കുരുവിനെ കേട്ട് കൊണ്ടുവരി. പിന്നെ എന്റെ ഈ വെല്ലുവിളി ഉണ്ടല്ലോ, എന്റെ വെല്ലുവിളി ആദ്യം നടത്തേണ്ട എന്റെ സ്റ്റേജിൽ എന്റെ ബാഗ് കുത്തിരിക്കണ ആ ചങ്ങായില്ലേ ചെറിയൊരു കുഞ്ഞായ്മ, ഓനോട് ചോദിക്ക്. ഞങ്ങളെ സുന്നത്തിയമായത്തിന്റെ മക്കളെ പണ്ഡിതന്മാരെ ദർസ് പഠിക്കണ മീസാവുന്ന കുട്ടികള്, ആ കുട്ടികൾ തുറന്നേരുന്ന 10 കിതാബിലല്ലേ മീസാബിന് നഹവിന്റെ കിതാബിൽ ആ കിതാബാണ് മറച്ചു വെച്ചാല് അതൊന്നൊരു അരവരി മര്യാദക്ക് വായിക്കാൻ ആ ചങ്ങായിക്ക് ഏത് എന്റെ തെറിയൂരിന് കഴിയോന്ന് ആദ്യം ചോദിച്ചു നോക്ക്. ചങ്ങായി പോയിട്ട് ഇജി കൊണ്ടുപോ എന്റെ കുരുവിനെ ഇജി പറഞ്ഞോ? ഇജി പറഞ്ഞത് അതിന്റെ എത്ര വട്ടം ഞങ്ങൾ വെല്ലുവിളി ഏറ്റെടുത്തതാ. റെഡി എന്റെ കുരുവിനെ കൊണ്ടുവരേ. ഞാൻ കുറച്ച് കാര്യങ്ങൾ അയാളോടും ചോദിക്കാണ്ട്. എന്നിട്ട് അയാൾ കിതാബ് എന്നിട്ട് തുറന്നേക്കട്ടെ, ഞങ്ങളും വായിക്കും. ഞങ്ങൾ തിരിച്ച് അത് ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണ്ടേ, പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണം. അയാൾ കിതാബ് തുറന്നേക്കും, ഞങ്ങൾ വായിക്കും, അർത്ഥം പോക്കും ഒക്കെ ചെയ്യും. എന്നാൽ തിരിച്ച് അങ്ങോട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അത് സ്വാഭാവികല്ലേ. കൊണ്ടുവാ. എവിടെ സ്ഥലം? മുഹമ്മദ് ഷാ തങ്ങൾ അവരുമായി ബന്ധപ്പെട്ട ത്വരീഖത്തും മേഖലയും ശരിയല്ല. സമസ്തയുടെ ആദ്യകാലത്ത് തീരുമാനമൊന്നും അന്ന് മുല്ലക്കോയ തങ്ങൾ ജീവിച്ചിരിപ്പില്ല. കാരണം ഇന്ന് പറഞ്ഞത് വിത്തിൻ സെക്കൻഡുകൾ കൊണ്ട് ഈ മാറ്റും. നാളെ എന്താ പറയണെന്നുള്ളത് അനക്കന്നെ അറിയില്ല. സത്യമായിട്ട് അടുത്തത് കേട്ടു നോക്കുക. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, ചില ആളുകൾ പറയുന്നുണ്ട് വെളിയങ്കോട് ഉമർ ഖാലി കൊണ്ടോട്ടി തങ്ങളെ എതിർത്തിരുന്നു. ഇതിങ്ങനെ കേട്ടുപോരാണ്. ഉമർ ഖാലി എതിർത്തിരുന്നു, ഉണ്ടാവാം. ഞാൻ വിഷയത്തിലേക്ക് വരാം. ഈ ഉമർ ഖാലി റളിയല്ലാഹു അൻഹു, ഉമർ ഖാലി ആദ്യം ഒരു പക്കാ മുസ്ലിയാരാണ്. ഔലിയാക്കളെ മേഖലയിലേക്ക് കടക്കാത്തൊരു ഘട്ടം ഉമർ ഖാലിക്കും വരുന്നുണ്ട്. സ്വാഭാവികമാണ്, ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഉമർ ഖാലിയും ആദ്യം ആ തനിച്ച ഫുഖഹായിന്റെ ഒരു സ്വഭാവത്തിലേക്ക് കടന്നു വന്നു. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.